over the last 10 years, the BJP has attacked the constitution. കഴിഞ്ഞ 10 വർഷങ്ങളായി എന്നാൽ ബിജെപി ഇന്ത്യയുടെ ഭരണഘടനയെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. They attack the constitution when they make one community fight with another community. ഒരു സമുദായത്തെ മറ്റൊരു സമുദായത്തിനെതിരെ പോരാടാൻ പ്രേരിപ്പിക്കുമ്പോൾ അവർ അങ്ങനെ ചെയ്യുമ്പോൾ ഈ രാജ്യത്തെ ഭരണഘടനയെ അവർ ആക്രമിക്കുകയാണ്. They attack the constitution when they try to impose one idea, one language, one culture in this country. ഈ രാജ്യത്തെ ഒരാശയവും ഒരു ഭാഷയും ഒരു സംസ്കാരവും അടിച്ചേൽപ്പിക്കാൻ ബിജെപി ശ്രമിക്കുമ്പോൾ അവർ ഇവിടുത്തെ ഭരണഘടനയെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. Before this election, BJP leaders clearly stated that they will destroy this constitution, change this constitution, throw this constitution in the rubbish bin. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബിജെപിയുടെ നേതാക്കൾ പറയുകയായിരുന്നു അവർ അധികാരത്തിൽ വന്നാൽ അവർ ഈ ഭരണഘടനയെ നശിപ്പിക്കും, ഈ ഭരണഘടനയെ വലിച്ചെറിയും, ഈ ഭരണഘടനയെ ചവറ്റുകുട്ടയിലേക്ക് കളയും എന്ന് ബിജെപിയുടെ നേതാക്കൾ പറയുകയായിരുന്നു. The whole idea of 400 par was to change the constitution of India. 400-ലധികം സീറ്റുകൾ ഞങ്ങൾക്ക് വേണമെന്ന് ബിജെപി പറഞ്ഞതിന് പിന്നിലുള്ള ഒരേ ഒരു ലക്ഷ്യം, ഒരേ ഒരു ആശയം എന്ന് പറയുന്നത് ഈ ഭരണഘടനയെ മാറ്റിമറിക്കുക, മാറ്റി എഴുതുക എന്നതായിരുന്നു. 20th century is a visual century. ഇന്നത്തെ നൂറ്റാണ്ട് എന്ന് പറയുന്നത് ചിത്രങ്ങളുടെ, കാഴ്ചകളുടെ ഒരു നൂറ്റാണ്ടാണ്. Century of images, of television, of pictures. നമ്മൾ ഈ നൂറ്റാണ്ട് എന്ന് പറയുന്നത് നമ്മൾ കാഴ്ചകൾ കാണുന്നു, ചിത്രങ്ങൾ കാണുന്നു, ടിവി കാണുന്നു, ആ ഒരു നൂറ്റാണ്ടിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. So it is quite appropriate that after saying that they will change the constitution, the Prime Minister who is seen doing this to the constitution of India. കാഴ്ചകളുടെ ഈ ലോകത്ത് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഭരണഘടനയെ മാറ്റിമറിക്കുമെന്ന് പറഞ്ഞ ശേഷം, തെരഞ്ഞെടുപ്പ് വിജയം വന്ന ശേഷം പ്രധാനമന്ത്രി ഭരണഘടനയെ ഇങ്ങനെ വന്നിക്കുന്ന കാണുന്ന ആ ഒരു ചിത്രത്തിൽ വലിയ പ്രത്യേകതയുണ്ട്. So India gave a very clear message to the Prime Minister of India. You cannot touch the constitution of this country. അതുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യ പ്രധാനമന്ത്രിക്ക് വളരെ കൃത്യമായ ഒരു സന്ദേശം നൽകി. ഇന്ത്യയുടെ ഭരണഘടനയെ തൊട്ട് കളിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന കൃത്യമായ സന്ദേശം ഇന്ത്യ നൽകി. And the truth is that what we have today is a crippled government. ഇന്ന് നമ്മൾ പറയുന്ന സത്യം എന്ന് പറഞ്ഞാൽ ഇന്ന് കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരിക്കുന്ന ഒരു ഗവൺമെന്റ് പൂർണ്ണമായിട്ടുള്ള ഒരു ഗവൺമെന്റ് അല്ല, ധാരാളം പ്രശ്നങ്ങളുള്ള ഒരു ഗവൺമെന്റ് ആണ് കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നത്. A government that has been beaten so badly by the Indian alliance that it cannot walk straight. കാരണം ഇന്ത്യ മുന്നണിയുടെ മാരകമായ ഒരു പ്രഹരമേറ്റ, അടിയേറ്റ ഒരു ഗവൺമെന്റ് ആണ് അധികാരത്തിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് നേരെ നടക്കാൻ പോലും സാധിക്കാത്ത ഒരു ഗവൺമെന്റ് ആണ് കേന്ദ്രത്തിലുള്ളത്. Certainly not a government that is going to capably lead this country. കാരണം ഈ രാജ്യത്തെ ശക്തിമത്തായ കഴിവുള്ള ഒരു ഗവൺമെന്റ് അല്ല, ഈ രാജ്യത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ നയിക്കാൻ പ്രാപ്തിയുള്ള ഒരു ഗവൺമെന്റ് അല്ല ഇന്ന് അധികാരത്തിൽ ഇരിക്കുന്നത്. The India Alliance and the Congress Party has also completely destroyed the idea of Mr. Narendra Modi. അത് മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ സഖ്യമുന്നണിയും ചേർന്ന് നരേന്ദ്രമോദിയുടെ ആശയങ്ങളെ ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Today, the Narendra Modi you see is a completely different Narendra Modi than before the elections. ഇന്ന് നിങ്ങൾ കാണുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ കണ്ട നരേന്ദ്രമോദിയിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ ഒരു നരേന്ദ്രമോദിയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. The people of Wayanad supported me throughout the last 5 years. കഴിഞ്ഞ 5 വർഷങ്ങൾ മുഴുവൻ നിങ്ങൾ ഓരോരുത്തരും, വയനാട്ടിലെ ജനങ്ങൾ എന്നെ പരിപൂർണമായി ഉള്ള പിന്തുണ എനിക്ക് നൽകിയിട്ടുണ്ട്. I was traveling across the country and the people of Wayanad were supporting me throughout. ഞാൻ ഈ രാജ്യം മുഴുവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കാലയളവിൽ മുഴുവൻ വയനാട്ടിലെ ജനങ്ങൾ, നിങ്ങൾ ഓരോരുത്തരും എന്നെ പിന്തുണച്ചു. I was being interrogated by the ED for 55 hours. The people of Wayanad were supporting me throughout. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നെ 55 മണിക്കൂറുകൾ ചോദ്യം ചെയ്തപ്പോൾ വയനാട്ടിലെ ജനങ്ങൾ എന്റെ കൂടെ നിന്നു, എന്നെ പിന്തുണച്ചു. So BJP gave me a jail sentence, a 2-year jail sentence, 20 plus cases, and the people of Wayanad were supporting me throughout. എനിക്ക് ബിജെപി ഒരു 2 വർഷത്തെ ജയിൽ ശിക്ഷ നൽകിയപ്പോൾ, 20-ലധികം കേസുകൾ എന്റെ പേരിൽ രാജ്യത്തൊട്ടാകെ ചാർത്തിയപ്പോൾ വയനാട്ടിലെ ജനങ്ങൾ, നിങ്ങൾ ഓരോരുത്തരും എന്നെ പിന്തുണച്ചു, എന്റെ കൂടെ നിന്നു. BJP took away my house.
I got letters from people in Wayanad saying, please come and live in our house. BJP എന്റെ ഔദ്യോഗിക വസതി എടുത്തു മാറ്റിയപ്പോൾ എനിക്ക് വയനാട്ടിലെ നിങ്ങളിൽ പലരും എനിക്ക് കത്തെഴുതി, ദയവ് ചെയ്ത് വന്ന് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുമെന്ന് വയനാട്ടിൽ നിന്ന് കത്തെഴുതി. And so, throughout this period, you have supported me with your love, affection, and support. ഈ കാലയളവിൽ മുഴുവൻ നിങ്ങളുടെ സ്നേഹം കൊണ്ട്, വാത്സല്യം കൊണ്ട്, ഇഷ്ടം കൊണ്ട് നിങ്ങൾ എന്നെ പിന്തുണച്ചു, എന്റെ കൂടെ നിന്നു. So, this is beyond elections. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ തമ്മിലുള്ള ബന്ധം ഇലക്ഷന്, തെരഞ്ഞെടുപ്പിന് അതീതമായ ഒരു ബന്ധമാണ്. I can say, I could have said, look, people of Wayanad supported me in my elections and gave me a big victory. ഒരുപക്ഷെ എനിക്ക് പറയാമായിരിക്കാം, തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലെ ജനങ്ങൾ എന്നെ പിന്തുണച്ചു, എനിക്ക് വലിയൊരു വിജയം നൽകി, അങ്ങനെയൊക്കെ എനിക്ക് പറയാം. But that is not the only thing that you have done. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എനിക്ക് നൽകിയ വിജയം അത് മാത്രമല്ല നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്. When I was struggling and fighting the government of India, all the institutions, all the agencies, you gave me your love and affection, which is much more important than the vote. ഞാൻ ഇന്ത്യ ഗവൺമെന്റിനോടെതിരെ കഷ്ടപ്പെട്ട് പോരാടിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാ ഏജൻസികളെയും ഭരണഘടനാ സ്ഥാപനങ്ങളും അവർ എനിക്കെതിരെ ഉപയോഗിച്ചതിനെതിരെ പോരാടിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ വാത്സല്യം, ഇഷ്ടം എനിക്ക് നൽകി. അത് നിങ്ങൾ നൽകിയ വോട്ടിനേക്കാളും വളരെയധികം വിലയുള്ളതാണ് എന്ന് എനിക്ക് പറയേണ്ടതുണ്ട്. So you treated me like a family member, and I can never thank you enough for that. നിങ്ങൾ എന്നെ ഒരു കുടുംബ അംഗത്തെ പോലെയാണ് കണ്ടത്. അതിന് നിങ്ങളോട് എന്നും എനിക്ക് സ്നേഹമുണ്ടായിരിക്കും. Even 20-30 speeches like this will not be good enough. നിങ്ങളോടുള്ള ബന്ധത്തെക്കുറിച്ച് പറയാൻ, നിങ്ങളോടുള്ള നന്ദിയെക്കുറിച്ച് പറയാൻ ഞാൻ 20-30 പ്രസംഗങ്ങൾ നടത്തിയാലും അത് മതിയാവില്ല. But I will remember it all my life. പക്ഷേ ഞാനിത് എന്റെ ജീവിതകാലം മുഴുവൻ ഇതിന്റെ ഓർമ്മയിലുണ്ടായിരിക്കും. It was quite interesting to watch the election. In the beginning, the Prime Minister and all the BJP leaders were saying 400, then 300, then 200. നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ഷന്റെ തുടക്കത്തിൽ ഭയങ്കര രസകരമായിരുന്നു. നമ്മൾ ഇലക്ഷൻ ശ്രദ്ധിക്കാന്ന് പറയുന്നത് ആദ്യം 400-ലധികം സീറ്റുകളെന്ന് പ്രധാനമന്ത്രി BJPയുടെ ആൾക്കാരും പറഞ്ഞു, പിന്നെ 300-ലധികം സീറ്റുകളെന്ന് പറഞ്ഞു, പിന്നെ 200-ലധികം സീറ്റുകളെന്നും പറഞ്ഞു. Then, towards the end of the election, the Prime Minister started having interviews with his friendly media houses. എന്നിട്ട് എന്താ പറ്റിയെന്നറിയോ, തെരഞ്ഞെടുപ്പിന്റെ അവസാനമായപ്പോൾ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ മാധ്യമങ്ങളുമായിട്ട് ചില സംഭാഷണങ്ങളോ അഭിമുഖങ്ങളോ ഒക്കെ നടത്താൻ തുടങ്ങി. 3 or 4 sycophantic journalists would sit and the Prime Minister would talk to them. പ്രധാനമന്ത്രിയെ കുറിച്ച് മുഖസ്തുതി നടത്തുന്ന 3-4 പത്രപ്രവർത്തകർ അവിടെ ഇരിക്കും, അവരോട് പ്രധാനമന്ത്രി അവരുടെ ഇടയിൽ ഇരുന്ന് സംസാരിക്കും. അങ്ങനത്തെ കുറിച്ച് അഭിമുഖങ്ങൾ അദ്ദേഹം ചെയ്തു. Same Prime Minister who has not done a press conference in the last 10 years was suddenly doing these interviews. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു പ്രസ് കോൺഫറൻസ്,